കുമ്മങ്കോളത്ത് ഒരു തവണ സേഫ്റ്റി സേഫ്റ്റി ടാഗ് കൊണ്ട് കൂട്ടിയിട്ട് മൊത്തം വെള്ളം കളഞ്ഞു. കുമ്പ വേണം നമുക്ക് ഞാൻ പോയി ചാവുമിക്കാം. സൂക്ഷ്മമായി നോക്കുന്ന ദിൽഷ. എന്താണ് ദിൽഷ അവിടെ കൊണ്ടിരുന്നെങ്കിൽ വൈബായതുണ്ട്. ശരിക്കും നല്ല പേരുണ്ട് കേട്ടോ. നീനി ബ്രാലി തുടങ്ങി പാമ്പടക്കുണ്ട് ഇവിടെ. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ദിൽഷയും കൂടി കറങ്ങാൻ പോണ വ്ളോഗാണ് ഗൈസ്. അപ്പം ചീക്കുനെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ചീക്കുണ്ടിരുന്നെങ്കിൽ വൈബായിരുന്നുണ്ട്. തഗ്ഗെന്ന് വെച്ചാൽ അമ്മാതിരും തഗ്ഗായിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂർ സെൻട്രൽ മാളാണ് കേട്ടോ. നമ്മൾ പെട്ടിരിക്കുന്ന വഴി കാണില്ല, തഴുത്തേക്ക് പോകാൻ എക്സിറ്റ് മാത്രമുണ്ട്, അല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല. എന്ത് ചെന്ന് പിടുത്തില്ല. കാണിച്ചു തരാട്ടാ. ഞങ്ങൾ ടീച്ചറെ പുറകെയാണ് ഗൈസ് പോകുന്നത്. എന്താവെന്ന് അറിയില്ല. ഇവിടെ സ്ഥലമില്ല, വീണ്ടും തിരിച്ചെടുക്കും ഗായ്സ്. നമ്മുടെ നാറൂട്ടോൻ്റെ ഇതിറങ്ങിക്കണ്ട ബാഗ് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട് ഗായ്സ്, പക്ഷേ റേറ്റ് കുറവാണ് കേട്ടോ. അല്ല ദിൽഷ, കൂടുതലാണോ? കുറവുണ്ട്. ഇത് 399. ഇതിൻ്റെ പ്രൈസ് വേണ്ട ഗൈസ്, 1299. പക്ഷെ ഡ്രസ്സ് ഉള്ള കേട്ടാ. കളക്ഷൻസ് ഉണ്ട് ഡ്രസ്സിന്, പക്ഷെ ഒടുക്കത്തിന് മുടിൻ്റെ റേറ്റ്. ഞാൻ റേറ്റ് കുറവാന്ന് പറഞ്ഞാട്ട് കയറിയത്, പക്ഷെ നല്ല മതി റേറ്റ്. പക്ഷെ ഇല്ലേ, അടിപൊളി കളക്ഷൻ. ഞങ്ങൾക്ക് കൊടുക്കത്ത് ഇഷ്ടം, പക്ഷെ അടിപൊളി കളക്ഷൻ ഉണ്ട് ഗൈസ്. ചെറിയ ടോയ്ക്ക് വരെയും കത്തണ റേറ്റാണ്. അല്ല ദിൽഷ, പെട്ടുപോയി. ഞാൻ ഓഫറാന്ന് പറഞ്ഞ് കയറിയതാണ്. കണ്ട ഗൈസ് റേറ്റ് മനസ്സിലാവുന്ന സാധനം എന്താ? ഇത് എന്ത് തോയെന്ന് മനസ്സിലാകാണ്ടായിരുന്നു. ഞാനക്കുട്ടിക്ക് കണ്ട നല്ല ക്യൂട്ടില്ലേ? അതിനെത്ര റെഡി? 249. നല്ല ക്യൂട്ടൊരിത് പണ്ടാറ് നോക്ക്. നമ്മുടെ കരുന്നു നിൽക്കുന്നു. എല്ലാം കിട്ടാ ദിൽഷ? ഒന്നും കിട്ടാൻ മുഞ്ചി ആയിട്ടുണ്ട് ഗൈസ്. വെറുതെ വന്ന് മുഞ്ചി പോണ വെറുതെ ഉണ്ടാവുന്ന ഗൈസ്. ഒന്നുമില്ല കാണാനായിട്ട്. ഒരു എസ്കലേറ്റർ പോലും ഇല്ല ഇറങ്ങാനായിട്ട്. ആകെ 2-3 എണ്ണം ഉണ്ട്. കുമ്പ വേണം. മാളിൽ എന്തെടുത്താലും നല്ല റേറ്റ് ആട്ടെ ഗൈസ് അല്ലേ? ഐസ്ക്രീം 2 വാങ്ങിച്ചത്, പക്ഷെ പിള്ളേർ വന്നപ്പില്ലേ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അല്ലേ ദിൽഷ? ഷെയർ ഇട്ട് കഴിക്കേണ്ട അവസ്ഥയായി. ഷെയർ ഇട്ട് ഐസ്ക്രീം ഞങ്ങൾ എപ്പോഴും ഷെയർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? ഒരു സമൂസ അടിച്ചല്ല പകരത്തിന് പോകും. ഒരു സമൂസ അടിച്ചല്ലേ? 5 പേരാണ് ഞാൻ കഴിക്കണത് ഗായ്സ്. അപ്പം നമുക്കുള്ളത് ദിൽഷയുടെ ഉമ്മയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പം ഈ പിള്ളേരൊക്കെ ദേ ഊഞ്ഞാല് ആടിക്കളിക്കാണ്. അപ്പം നമുക്ക് ദിൽഷക്ക് ഇട്ടൊരു പണി കൊടുത്താലാ? ബാ. അപ്പോൾ ദേ ദിൽഷയുടെ വീടിൻ്റെ അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുളത്തിൽ പോയിരിക്കുകയാണ്. അവിടെ നല്ല പീസ്ഫുൾ മൈൻഡാണ്. ഒരു സുഖമാണ്. ചാവാള മൈൻഡ് നമുക്ക്. ഞാൻ പോയി ചാവുമിക്കാം. എന്നാൽ ഞാനും ചാവും അല്ലേ? വരട്ടെ. ഓഫ് ഓഫ്. എടുത്ത് ദിൽഷ, നിനക്ക് നീന്താൻ അറിയോ? എനിക്ക് പിന്നല്ല നീന്താ. നമ്മളോടാ നീന്താനാ മുങ്ങി ചത്തെടുക്കാണ്. അരത് ഇതാണ് കുളം. എന്താ സുഖം. തെങ്ങിന് ക്ഷീണല്ലേ? പൊളിക്കും. അയ്യോ അതോ പ്രശ്നം കയറിയില്ലേ? ഇതാണ് ഗൈസ്. നല്ല കുളല്ലേ ഗൈസ്? അല്ലേ? നല്ല വെയിലും കൂടെ നല്ല കച്ചറ വെള്ളവും. പൊല്യൂട്ടഡ് വാട്ടറാണ് ഗൈസ്. പൊല്യൂഷൻ. ദിസ് ഇസ് നോട്ട് ദാറ്റ്. ഇത് മീനുണ്ട് കേട്ടോ ഗൈസ്. അതെ, നീനി ബ്രാലി തുടങ്ങി പാമ്പടക്കുണ്ട് ഇവിടെ. കളിക്കും പാമ്പടക്കുണ്ട് ഇവിടെ. പാമ്പുണ്ടല്ല, കൊത്തിയാണല്ല. വാ സൂപ്പർ. ദിൽഷ ഒരാഗ്രഹം പറഞ്ഞു ഗൈസ്, അവൾക്ക് വെള്ളത്തിൽ ചാടണമെന്ന്. എനിക്ക് ചാടണമെന്നല്ല, എനിക്ക് അവിടെ നിന്ന് ചാടി ആ നടുക്ക് കിടക്കണം.
അതിൻ്റെ താനെ മുങ്ങിപ്പോവാം. ഈ വെള്ളം കുടിച്ച് നമ്മൾ ചാവും. പക്ഷെ ഈ വെള്ളം കുടിക്കാൻ എനിക്ക് താല്പര്യമില്ല. മൊത്തം അടിക്ക് വെള്ളമാണ്. നല്ല വെള്ളം കുടി ചത്താൽ മതി എന്നാണ് വേണ്ടത്. ഞാൻ പുഴ പോയി ചാടണം. പക്ഷേ പുഴയിലും പൊല്യൂഷൻ ഇല്ലേ ഗൈസ്? പൊല്യൂഷൻ ഇല്ലേ? മീര് മൊത്തം വെള്ളമുണ്ട്. സ്പൈക്ക്. അപ്പം നട്ടുച്ചക്ക് ഒരു പാട്ടായാലും എങ്ങനെ ഇരിക്കും? ദിൽഷ ഒരു പാട്ട് എടുത്തരോ? പിന്നെ അള്ളപ്പാട് ആരും ഇറങ്ങിപ്പോണ്ടിരുന്നാൽ മതി. ഏത് പാട്ടുണ്ട്? പിന്നെ കസവിനാലോട്. കസവിന വേണ്ട, വേറെ വേണം. വേറെ വസൂരിയാട്. ഓക്കെ, എന്നെ മാറ്റിപ്പിടിക്കും. എനിക്ക് പറഞ്ഞു നോക്കാൻ ഇഷ്ടം. അകലാവാ മജ്ബൂരീനു ആനെ ജാനെ ദി പസൂരീനു ജഹർ ബനെ ഹാ തേരെ बेजावा मैं पूरी नू आना सीओ ने आया दिल बांग बांग मेरे टकराया कागा बोल के दस जावे बाबा क्यों दी चोरी नो रवांज बावांज ओनो लुकावा कोई मैनू ना रोके मेरे ढोल जुदैया दी तेन खबर के वे होवे आ जावे दिल तेरा पूरा भी ना होवे बनिया बनैया दी गल बात के वे होवे आ जावे दिल तेरा पूरा भी ना होवे. നല്ല രസമുണ്ട്. എന്ത് പറ്റി? പാവം മീനുകൾ ആ പ്ലാസ്റ്റിക് കവർ കിടക്കുന്നു കണ്ടോ നിങ്ങൾ? അത് നിൽക്കൊണ്ട് എനിക്കുണ്ട്, പക്ഷെ മനസ്സ് സമ്മതിക്കുന്നില്ല. അരിക്കുവെള്ളമാണ്. ആ പ്ലാസ്റ്റിക് കവർ ഇട്ട് തരാന്നറിയോ ദിൽഷക്ക്? ഒത്തിരി ആളാണ് ഇട്ടത്. കടം കോലടക്കം കിടക്കുന്നു. ഈ കോളൊക്കൊന്നും വൃത്തിയില്ലേ? ഇവർക്ക് എക്കോസിസ്റ്റം പറഞ്ഞിട്ട് ഗൈസ്. ഇത് ആരുടെ കോളമാണ് ദിൽഷ? എൻ്റെ വലിയ മാഡം. നിങ്ങൾക്ക് വൃത്തിയില്ല, നിങ്ങൾക്ക് വൃത്തി കിട്ടൂടെ? പിള്ളേരെ ഓ ഉമ്മങ്കളമാണ് ഗൈസ്. ഉമ്മങ്കളത്ത് ഒരു തവണ സേഫ്റ്റി സേഫ്റ്റി ടാഗ് കൊണ്ട് കൂട്ടിയിട്ട് മൊത്തം വെള്ളം കളഞ്ഞ് പിന്നടിച്ചതാണ്. ഇതൊരു ആൾക്ക് ചാവാളുണ്ട്. അത് രസമായിരിക്കും കട. കുപ്പിസിലൊക്കെ രസമൊക്കെയാണ് അവിടെ കാണാനിരിക്കാം. പക്ഷെ ഇപ്പം വഴി ഉണ്ടാക്കി നമ്മളെ നശിപ്പിച്ചിരിക്കുന്ന പന്നികൾ ഒരു ബോധമില്ല. ദൂരത്ത് പുറകുന്നത് എന്ത് ചെയ്യാനാണ്? നീ ഇതൊക്കെ കണ്ടെന്താ? നിങ്ങളുടെ വീട്ടുകാരാണ് ഞങ്ങളുടെ നാട്ടുകാർ. ഐ മീൻ നമ്മളെ നാട്ടുകാർ. എൻ്റെ അതെ ദിസ് ഇസ് മൈ പ്ലേസ്. മൈ പ്ലേസ് ഇസ് പറവൂർ, എറണാകുളം. ഇതെൻ്റെ ഉമ്മാടെയാണ്. അങ്ങനെയല്ല, എനിക്കിവിടെ ഒരു ബന്ധമില്ല. ഇവിടെ ആര് വന്നു വെച്ചാലും തടാമൊഴി ഇത് തടാമൊഴി. ആരും ഇഷ്ടം. ഇപ്പം എല്ലാവരും പറയുന്നത് തടമൊഴിയാണ്. ഇത് തടയുന്നുണ്ട്. എൻ്റെ ഉമ്മാടെ വിത്താണ് ഗൈസ്. അപ്പോൾ ദേ കുളത്തിലൊക്കെ ഇരുന്നെങ്കിൽ അങ്ങനെ നേരത്തെ ദിൽഷയുടെ വീട്ടിൽ പോകണേ കേട്ടോ. അല്ല ദിൽഷ, എന്താ പരിപാടി? നമുക്ക് ഫുഡ് കഴിക്കണം. പിന്നെ കാക്കാത്തുരുത്ത് ഫാമുണ്ട്, അവിടെ പോകണം. കറങ്ങാൻ ബോട്ടിങ്ങിന് പോകണം. ഫുഡ് കഴിക്കണം. ചുറ്റി പോകണം. കിടന്നുറങ്ങണം. കുളത്തിൽ പോയി ചാകാം. വീട്ടിലെത്തിയപ്പോൾ തന്നെ ദിൽഷയുടെ മാമനായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പ്രൊജക്ടറിലെ സിനിമയൊക്കെ കിട്ടുന്നു കേട്ടോ. അപ്പോൾ ഇത് ഏത് മൂവിയാണെന്ന് അറിയാവുന്നവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ മൂവി കണ്ടിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. കഴിക്കാനായിട്ട് വെജ് ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. ആ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പം ഞങ്ങൾക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പോകണം കേട്ടോ കറങ്ങാൻ. സുഖമാണ് വിശ്വസിക്കുന്നു. കണ്ണിലൊക്കെ ഈച്ച കൊണ്ട് ഒന്ന് കുളിച്ചു കൊടുത്തേ ചോദിച്ച്. എന്താണ് ഞാൻ കുളിക്കാണ്ടിരിക്കണത്? മഴ കടിക്കും വേണമെങ്കിൽ. ഇപ്പം ഗൈസ് നമ്മളിപ്പോൾ കാക്കാത്തുരുത്താണ്. ഇപ്പം നമ്മൾ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് പട്ടികളാണ്. നായിയുടെ പല ടൈപ്സ് ഓഫ് ബുൾസാണ്. ബുൾസ് പട്ടികളാണ് ഗൈസ്. ഇത് അനീറ്റ നമ്പർ 1, അനീറ്റ നമ്പർ 2. കൊരക്കോ ഈ വീട് ഗൈസ്. നല്ല ഉറക്കമാണ്. ഇതേ നോക്കി സുന്ദരി. അതാ ആറ്റിറ്റ്യൂഡ് കാണാം. ചിരിക്കണേണ് അത് കണ്ട. അത് പെണ്ണാണ്ടാ. അടുത്തത് ഫുഡ് കഴിക്കാൻ കൊരക്കടി നീക്കതാ. നിങ്ങൾ പോയിട്ട് തരാൻ പോവാണ്. തിരക്കിൻ്റെ
അപ്പൊ ഞങ്ങനെ ബോട്ട് ഓടിക്കുന്ന ആൾക്കാരല്ലേ പിള്ളേർക്കും ഫ്രണ്ടിലേക്കും ഒന്നും പക്ഷെ ഞങ്ങൾ ബോട്ട് എടുക്കില്ല ഞങ്ങൾ ഓടിച്ചിരിക്കും അല്ലേ ഗായ്സ്. അപ്പൊ ദിൽഷ ഞാൻ ഇവിടെ ബോട്ടൊക്കെ ഓടിക്കണം അല്ലേ ദിൽഷ? ദിൽഷക്ക് ഗിയർ ചേഞ്ച് ചെയ്യാൻ അറിഞ്ഞൂടാ, ഇടിപ്പിക്കാണ് ഗായ്സ്. ഗായ്സ് ബോട്ടിങ് പണിയാന്ന് ഇപ്പഴാണ് മനസ്സിലായത്. ഞങ്ങൾ എത്ര പ്രാവശ്യം ഇടിച്ചെന്നറിയോ? ഞങ്ങളുടെ ബോട്ട് ഇങ്ങാടാണ് പോണത്, ഇങ്ങാട് പോണത്. പണിയാണ് ഗായ്സ് ബോട്ടിങ്. ബാക്കി കണ്ട ഗായ്സ്. അപ്പൊ ഞങ്ങൾ അടുത്തേക്ക് കയറാൻ പോകുന്നതാണ്. എന്താവുന്ന അറിയില്ല കേട്ടോ ബോട്ടിങ് ഗായ്സ്. ശോകല്ല, പേടിയായിരുന്നു. കരച്ചിലായി. എന്നിട്ടിപ്പോ രണ്ടാമത് കയറിയൊക്കെയാണ് അവള്. കയറാൻ പോണേട്ടാ ഗൈസ്. അപ്പൊ നമ്മൾ ഇപ്പൊ ജയന്റ് വീലാണ് സ്റ്റാർട്ട് ചെയ്യും ഗൈസ്. എന്താവുന്ന അറിയില്ല. കുറച്ചേരം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. ചേട്ടൻ സ്റ്റാർട്ടാക്കാൻ പോയിട്ടുണ്ട്. തിരിക്കി കാണിച്ചു കൊടുക്ക്. ഇപ്പൊ സ്റ്റാർട്ടാക്കും. ഞാനും ദിൽഷയും ഗൈസ് ഒരുമിച്ചാണ് കേറിയത്, പക്ഷെ അയാളെ കയറ്റൂലെന്ന് ഓർമ്മ. ഞാനും ഇവിടെ അനിയനും കൂടി കേറാൻ പോകുന്നതാണ്. അമ്മ ആകാശത്തോട് അയ്യോ ശരിക്കും നല്ല പേടിട്ടാ. എല്ലാവരും ഹാപ്പിനൊക്കെ പേടിയിലാണ്ടിരിക്കണേ, പക്ഷേ ഇതിപ്പോ നല്ല ഹൈ ആവൂലോ, അപ്പൊ പേടിയാവണ്. നല്ല പേടിയുണ്ട്. ഗൈസ് നമ്മളെ റൈഡും എല്ലാ സംഭവം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.